ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരങ്ങൾ എക്കാലത്തും ഒരു യുദ്ധ പ്രതീതി തന്നെയാണ്. രണ്ട് ടീമുകളുടെ ആരാധകർ ഒരു യുദ്ധ സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഗാലറിയിലും അതിന് പുറത്തൊക്കെ സൃഷ്ടിക്കാറ്. ഒരു യുദ്ധമാകുമ്പോൾ എപ്പോഴും രാജാവ് തന്നെ വേണ്ട മുന്നിൽ നയിക്കാൻ. അത്തരത്തിൽ നമുക്കുള്ള ഒരു രാജാവുണ്ട്, അതാണ് വിരാട് കോഹ്ലി. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഇന്ത്യയെ എപ്പോഴും മുന്നിൽ നിന്ന് നയിക്കുന്ന നമ്മുടെ സ്വന്തം രാജാവ്, ക്രിക്കറ്റിലെ രാജാവ്. ഇന്നലെ അത്തരത്തിൽ പാകിസ്ഥാന് നെഞ്ചത്ത് തന്റെ 51ാം സെഞ്ചുറി കുത്തിയിറക്കിയാണ് വിരാട് കോഹ്ലി ഇന്നലെ ഇന്ത്യക്കായി മത്സരം വിജയിപ്പിച്ചത്. ഏകദിന ക്രിക്കറ്റിൽ തന്നെക്കാളും മികച്ചൊരു കളിക്കാരൻ ഇല്ല എന്ന് ഇന്നലത്തെ മത്സരത്തോടുകൂടി വിരാട് കോഹ്ലി വീണ്ടും 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 അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. കാരണം ഫോമില്ലായ്മയുടെ പേരിൽ നിന്ന് ടീമിന്റെ അടുത്ത് വെളിയിൽ കളയണമെന്ന് പറയുമ്പോൾ നിർണായക മത്സരങ്ങളിൽ ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഗംഭീര ഇന്നിംഗ്സ് കളിച്ച ടീമിനെ വിജയിപ്പിക്കാനും ലോകകപ്പ് ഫൈനലിൽ മാൻ ഓഫ് ദ മാച്ച് ആയി ടീമിന് ടോപ്പ് സ്കോറർ ആവാനും T20 ലോകകപ്പ് ഫൈനലിൽ ടോപ്പ് സ്കോററായി മാൻ ഓഫ് ദ മാച്ച് ആവാനും ODI വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാനും IPL ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച റൺ വേട്ടക്കാരനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാനും ഒക്കെ നമുക്കൊരു വിരാട് കോഹ്ലിയേ ഉള്ളൂ. ഇതെല്ലാം നടക്കുന്നത് ടീമിൽ നിന്ന് പുറത്താക്കണമെന്ന് എല്ലാവരും അലമുറയിട്ട് പറയുന്ന അതേ സമയത്താണ്. അത് തന്നെയാണ് വിരാട് കോഹ്ലി. അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റാൻഡേർഡ് അത്രയും ഹൈ ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് എത്ര കിട്ടിക്കഴിഞ്ഞാലും പോരാ എന്ന് എല്ലാവരും വാശി പിടിക്കുന്നു. നിലവിൽ ODIയിലും അതുപോലെ ഇന്റർനാഷണൽ റൺസിലും സച്ചിൻ ടെണ്ടുൽക്കർക്കും കുമാർ സംഗക്കാർക്കും പിന്നിലായി 3ാം സ്ഥാനത്താണ് വിരാട് കോഹ്ലി. ODI ക്രിക്കറ്റിൽ അദ്ദേഹം പാഡടിക്കുന്ന ദിവസം ODI ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച കളിക്കാരൻ എന്ന ലേബൽ തന്റെ പേരിനോടൊപ്പം ചേർത്ത് വെച്ചിട്ട് തന്നെയായിരിക്കും